Hello guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് ആഡ്സ് വരിക എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ആഡ് ബ്ലോക്കർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതെ നമ്മളെ ഫോണിൽ തന്നെയുള്ള ഒരു സെറ്റിങ്സ് വഴി ഈ ആഡ്സ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്ന് നോക്കാം. ആപ്സ് ലിസ്റ്റിൽ നിന്നും സെറ്റിങ്സ് എടുക്കാം. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിനകത്ത് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. Network and Internet, Wi-Fi, mobile, data usage and hotspot. Network and Internet. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്യാം. Navigate network search setting. Wi-Fi on. Airplane mode, cyan cards. VPN, advanced airplane mode. VPN, private DNS. ഇതിൽ നിന്ന് അഡ്വാൻസ് ഓപ്പൺ ചെയ്യാം. VPN on. Private DNS automatic. പ്രൈവറ്റ് DNS എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഡബിൾ ടാപ്പ് ചെയ്യാം. Select private DNS mode. ഓക്കെ, സെലക്ട് പ്രൈവറ്റ് DNS മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. Select private DNS mode. Off radio button unchecked. ഇവിടെ 3 റേഡിയോ ബട്ടൺസ് ആണ്. ഒന്ന് ഓഫ്, Automatic radio button checked. ഓട്ടോമാറ്റിക്. Private DNS provider hosting radio button unchecked. പ്രൈവറ്റ് DNS പ്രൊവൈഡർ നെയിം എന്നുള്ളത് ചെക്ക് ചെയ്യാം. Checked. ദെൻ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ Enter host name of DNS provider text box. എൻ്റർ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്റ് ബോക്സ് നമുക്ക് ലഭിക്കും. എഡിറ്റ് ബോക്സ് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. Showing English US keyword in keyboard. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. dns.hardcard.com എന്നാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DNS period A D G U A R D period C O M private DNS provide DNS.hardcard.com text box editing. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം Cancel button, save button. ഇവിടെ സേവ് ബട്ടൺ കൊടുക്കുക. Network and Internet, English US, keyword in keyboard hidden. Private DNS, DNS.hardcard.com. ഇത്രയുമാണ് സെറ്റിങ്സ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ശേഷം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ആഡ്സുകളുടെ ശല്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ആഡ് ബ്ലോക്കർ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതെ നമ്മുടെ മൊബൈലിൽ വരുന്ന ആഡ്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.